വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. ഈ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 2, അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. 3, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയുവാൻ സംഗതി വരുത്തും. ഈ 3 പോയിൻ്റ്, രണ്ടാമത്തെ പോയിൻ്റ് അല്പം വിശദീകരിക്കണം. ആരെ നമസ്കരിക്കണം അല്ലെങ്കിൽ ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത് എന്നതിനെ സംബന്ധിച്ച് ഒരു 7 പോയിൻ്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കാം. നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 3-9 പറയുന്ന 3 കാര്യങ്ങൾ. 1, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. യഹൂദന്മാർ സഭയ്ക്ക് എതിരെ പ്രയോഗിച്ച എതിർപ്പുകൾ സാത്താനിൽ നിന്നുള്ള യഥാർത്ഥ എതിർപ്പുകൾ ആയിരുന്നു. ക്രിസ്തീയ മാർഗ്ഗക്കാരെ യഹൂദ മതത്തിലേക്ക് തിരികെ കൊണ്ടുപോകുവാൻ കുറഞ്ഞത് 4 കാര്യങ്ങൾ അവർ പ്രയോഗിച്ചു. 1, മധ്യസ്ഥനായ ഒരു പുരോഹിതൻ വേണമെന്ന് അവർ നിർബന്ധിച്ചു. 2, അക്ഷരികമായി ഒരു ന്യായപ്രമാണം ആവശ്യമാണ്. 3, കാണപ്പെടുന്ന ഒരു ആലയം ആവശ്യമാണ്. 4, ലോകപരമായ വാഗ്ദാനം ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെ യഹൂദന്മാർ ജാതികളുടെ രക്ഷയ്ക്ക് ശത്രുക്കളായി തീർന്നു. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികൾ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വരുന്നതിന് അധികം എതിരാണ് യഹൂദന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വലുതും സഫലതുമായ വാതിൽ തുറന്നു തന്നാലും എതിരാളികൾ പലരുണ്ട് എന്നും ആ വാതിൽ തുറന്നു തന്നവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 16:9. ആ എതിരാളികളിൽ ഒരു കൂട്ടം യഹൂദന്മാരാണ്. പിന്നീട് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. യഹൂദന്മാർ ചിലർ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്ന് സഭയോട് ചേർന്ന് സുവിശേഷ സത്യങ്ങൾ അറിയുവാൻ സംഗതി വരും. രണ്ടാമതായി ഈ വാക്യത്തിൽ, അതായത് വെളിപ്പാട് 3:9 നമ്മൾ കാണുന്നത് അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. യഹൂദന്മാർ ദൈവത്തെ നമസ്കരിക്കുന്നത് കവിണ്ണ് വീണാണ്. ഈ നമസ്കരിക്കുന്ന വ്യക്തിയുടെ പുറകിൽ അടുത്തയാളും കവിണ്ണ് വീണ് നമസ്കരിക്കും. അതായത് 1-ാമത്തെ വ്യക്തിയുടെ കാലിൻ്റെ പുറകിൽ 2-ാമത്തെ വ്യക്തിയും നമസ്കരിക്കും. അവർ കാൽക്കൽ വന്ന് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞത് മനുഷ്യനെയല്ല, മറിച്ച് ദൈവത്തെയാണ്. നാം ആരെ നമസ്കരിക്കരുത്, ആരെ നമസ്കരിക്കണമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലൊരു 7 പോയിൻ്റ് തുടർന്ന് ഈ 2-ാമത്തെ മെയിൻ പോയിന്റിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 1, സാത്താനെ നമസ്കരിക്കരുത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സാത്താൻ വന്ന് വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. യേശു കാണുന്നതെല്ലാം വാങ്ങുന്ന തൻ്റെ തല താഴ്ത്തി അല്ലെങ്കിൽ സാത്താൻ്റെ മുമ്പിൽ തല കുനിച്ചിട്ട് വാങ്ങുവാൻ വന്നവനല്ല, മറിച്ച് സാത്താൻ്റെ തലയെ തകർത്ത് വാങ്ങുവാൻ വന്നവനാണ്. നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ നേരായ രീതിയിൽ അല്ല എങ്കിൽ നാം നമ്മുടെ തല സാത്താൻ്റെ മുമ്പിൽ കുനിച്ചിട്ട് വാങ്ങുന്നവരാണ്. മറിച്ച് നേരായ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന നന്മകളെങ്കിൽ അത് ദൈവം തരുന്നതാണ്. ആരെ നമസ്കരിക്കരുത്? 1, സാത്താനെ നമസ്കരിക്കരുത്. 2, ദൂതന്മാരെ നമസ്കരിക്കരുത്. കൊലോസ്യർ 2:18, വെളിപ്പാട് 19-9 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 22-8-9 വാക്യങ്ങൾ. ഏകദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന അറിവുള്ള യോഹന്നാൻ അപ്പോസ്തലൻ ദൂതൻ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ സ്വയം മറന്ന് ദൂതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദൂതൻ നമസ്കാരം അല്ലെങ്കിൽ ആരാധന അവിടെ വിലക്കുന്നത് നമുക്ക് കാണാം. ദൂതനറിയാം ആരെ ആരാധിക്കണമെന്ന്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. 3, പുണ്യവാളന്മാരെ അഥവാ അപ്പോസ്തലന്മാരെ നമസ്കരിക്കരുത്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 25-26 വാക്യങ്ങൾ. 10-45. കൈസരിയിലെ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന ശതാധിപൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒത്തിരി ശ്രേഷ്ഠ ഗുണങ്ങളുണ്ടായിരുന്നു. 1, ഇദ്ദേഹം ഭക്തനാണ്. 2, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ. 3, വളരെ ധർമ്മം കൊടുക്കുന്നവൻ. 4, പ്രാർത്ഥിക്കുന്നവൻ. 5, നീതിമാൻ. 6, നല്ല സാക്ഷ്യമുള്ളവൻ. ഇത്രയും ആത്മീക ഗുണമുള്ളവൻ പത്രോസിനെ കണ്ടപ്പോൾ അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് അദ്ദേഹത്തോട് പറയുന്നു, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. അങ്ങനെ ശക്തമായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പത്രോസ് വചനം സംസാരിച്ചു. പിന്നീട് അവർ ആരെ ആരാധിച്ചു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 10:45 അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പത്രോസിനുണ്ടായ ഇതേ അനുഭവം പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോസ്തല പ്രവർത്തികൾ 14-15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആരെ നമസ്കരിക്കരുത്? 4-ാമത്തെ പോയിന്റ്, മറിയത്തെ നമസ്കരിക്കരുത്. മത്തായി സുവിശേഷം 2:11. വിദ്വാൻമാർ പൊന്ന്, മോര്, കുന്തിരിക്കം എന്നിവയുമായി യേശുവിൻ്റെ അടുക്കലെത്തി അവരെ നമസ്കരിച്ചില്ല, അവളെ നമസ്കരിച്ചില്ല, അവനെ മീൻസ് യേശുവിനെ നമസ്കരിച്ചതായി നമ്മൾ കാണുന്നു. 5, ആകാശഗോളങ്ങളെ നമസ്കരിക്കരുത്. ആവർത്തനം 4:19. സൂര്യ, ചന്ദ്രൻ, നക്ഷത്രം അകലെയുള്ള പ്രകാശത്തെ നമസ്കരിക്കരുത്. മനുഷ്യനിർമ്മിതമായ അടുത്തുള്ള പ്രകാശത്തെ തൊട്ട് വണങ്ങി നമസ്കരിക്കരുത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കാരണം
അകലെയുള്ള പ്രകാശത്തെ നമസ്കരിച്ചാൽ അല്ലെങ്കിൽ അകലെയുള്ള പ്രകാശത്തോട് പ്രാർത്ഥിച്ചാൽ പാപമോചനം ലഭിക്കുമെങ്കിൽ അത് ആരാധന സ്വീകരിക്കുമെങ്കിൽ കണ്ണില്ലാത്ത ആളുകൾ എന്തു ചെയ്യും? അപ്പോൾ അഞ്ചാമത് ആകാശഗോളങ്ങളെ നമസ്കരിക്കരുത്. 6 വിഗ്രഹങ്ങളെ ആരാധിക്കരുത് അഥവാ നമസ്കരിക്കരുത്. പുറപ്പാട് 20:4-5 വാക്യങ്ങൾ. വിഗ്രഹത്തെ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിൽ ശ്വസിക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, അവയെ ഉണ്ടാക്കിയവർ അവയെപ്പോലെയാകുന്നു എന്ന സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. യാതൊരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. അത് 10 കൽപ്പനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യനെ നമസ്കരിക്കരുത്, ഭൂമിയിലുള്ള കീഴ്ജാതി 4 കാലിയെ നമസ്കരിക്കരുത്, പർവ്വജാതിയെ നമസ്കരിക്കരുത്, അതോടൊപ്പം തന്നെ വെള്ളത്തിലുള്ള മത്സ്യത്തെയും യാതൊന്നിനെ നമസ്കരിക്കരുത് എന്ന് വ്യക്തമാകും. യാതൊരു വിഗ്രഹത്തെ രൂപത്തെ നമസ്കരിക്കരുത്. 7 ജീവജാലങ്ങളെ ആരാധിക്കരുത്, അവ നമസ്കരിക്കരുത്. ആവർത്തനം 4-17-18 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി യാതൊരു ജീവജാലങ്ങളെയും നമസ്കരിക്കരുത് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 2, അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. അപ്പോൾ ഇതിനുള്ള ബന്ധത്തിൽ ആരെ നമസ്കരിക്കരുത് എന്നുള്ള 7 പോയിന്റുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1, സാത്താനെ ആരാധിക്കരുത്, അത് നമസ്കരിക്കരുത്. 2, ദൂതന്മാരെ ആരാധിക്കരുത്. 3, അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ പുണ്യവാളന്മാരെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. 4, മറിയത്തെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. 5, ആകാശഗോളങ്ങളെ ആരാധിക്കരുത്. 6, വിഗ്രഹത്തെ ആരാധിക്കരുത്. 7, ഒരു ജീവജാലത്തെയും ആരാധിക്കരുത് അഥവാ നമസ്കരിക്കരുത്. പിന്നെ ആരെ ആരാധിക്കണം? യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കണം അല്ലെങ്കിൽ ആരാധിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയുവാൻ സംഗതി വരുത്തും. ഫിലദൽഫിയ സഭയിലെ വിശ്വാസികളുടെ അടുത്ത് സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വ്യക്തിജീവിതങ്ങൾ വന്നപ്പോൾ അവർ കാണുന്നത് ദൈവസ്നേഹമാണ്. നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ അടുക്കൽ സാത്താൻ്റെ അടിമത്തത്തിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് കിടക്കുന്ന ആളുകൾ കടന്നു വരുമ്പോൾ കേൾക്കേണ്ടത്, കാണേണ്ടത് പരാതിയും മറ്റിത്തര കാര്യങ്ങളുമല്ല, മറിച്ച് ദൈവസ്നേഹമായിരിക്കണം. ഇങ്ങനെ സംഗതി വരുത്തുന്നത് ദൈവമാണ്. 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടല്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാത്താനും അവൻ്റെ ആളുകളും അറിയുവാൻ സംഗതി വരുത്തി. നമ്മെ കാണുന്നവർ നമ്മളിലുള്ള കുറവശത്തെ പാപത്തെ കാണാതെ പകരം നമ്മളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണുന്ന വിധത്തിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.